ഹലോ കൂട്ടുകാരെ, എല്ലാവർക്കും ഇന്നത്തെ ദിവസത്തിലേക്ക് സ്വാഗതം. നനീഷേട്ടൻ രാവിലെ തന്നെ വിളക്ക് കത്തിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. മിക്ക ദിവസവും ഓഫീസ് ഉള്ള ദിവസമൊക്കെ അനീഷേട്ടൻ തന്നെയാണ് കേട്ടോ രാവിലെ വിളക്ക് കത്തിക്കുന്നത്. എന്തെങ്കിലും താമസം വന്നാൽ മാത്രമാണ് ഞാൻ വിളക്ക് കത്തിക്കാറുള്ളത് കേട്ടോ. രാവിലെ സന്ധ്യ വിളക്ക് ഞാനും മാളും കൂടിയാണ് കേട്ടോ എത്തിക്കുന്നത്. ഞാനല്ലെങ്കിൽ മാളും. നമുക്ക് തടസ്സമില്ലാത്ത ദിവസങ്ങളിൽ അങ്ങനെ പോകുന്നത്. കുളി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ചെറിയൊരു ക്രീം ഇടൽ പരിപാടി കേട്ടോ. വലിയ ക്രീമൊന്നുമല്ല കേട്ടോ. മാളൂൻ്റെ ബേബി ക്രീമാണ് മാളൂർ ഇപ്പോഴും ഉപയോഗിക്കുന്ന മോയ്സ്ചറൈസിങ്ങിന് വേണ്ടിയിട്ട്. പിന്നെ കുറച്ച് വാസലിൻ പൗഡർ, പിന്നെ എനിക്ക് സിന്ദൂര അലർജി ആയതുകൊണ്ട് സ്റ്റിക്കായിട്ട് ഉപയോഗിക്കുന്ന ഒരു പൊട്ട്. ഇത്രയേ ഉള്ളൂ കേട്ടോ നമ്മുടെ മേക്കപ്പ്. പുറത്ത് പോകുമ്പോഴും വീട്ടിലിരിക്കുമ്പോഴും ഒക്കെ ഇതാണ് കേട്ടോ. അപ്പം എന്തായാലും നമ്മുടെ മേക്കപ്പ് പരിപാടിയൊക്കെ കഴിഞ്ഞ് ഇനി നേരെ അടുക്കളയിലേക്കാണ് കേട്ടോ. അപ്പോൾ രാവിലെ മാളുവിന് ഇന്ന് ചപ്പാത്തിയാണ് കൊടുത്തു വിട്ടത്. ചപ്പാത്തിക്ക് കറിയൊന്നും ആൾക്ക് വലിയ താല്പര്യമില്ല കേട്ടോ. അതുകൊണ്ട് ചപ്പാത്തി നൂഡിൽസ് ഉണ്ടാക്കും. അപ്പോൾ രാവിലെ ചപ്പാത്തിയുടെ പരിപാടി അങ്ങോട്ട് കഴിഞ്ഞു. പിന്നെ ഞങ്ങൾക്ക് കറി ഉണ്ടാക്കണം. കറി ഉണ്ടാക്കുന്നത് ഇന്ന് തക്കാളി റോസ്റ്റായിട്ട് ഉണ്ടാക്കുന്നത്. അപ്പോൾ 2 തക്കാളിയും ഒരു 3 സവാളയും അത്രയും മതിയാവും കേട്ടോ. നാട്ടിൽ നിന്ന് കൊണ്ടുവന്ന മുളകാണ് കേട്ടോ അത്. ഇതുവരെയായിട്ടും തീർന്നിട്ടില്ല. നല്ല എരിവുണ്ട് കേട്ടോ. അതിന് ഒരെണ്ണം ഇട്ടാൽ മതി. ഒരുപാട് എരിവ് ഞങ്ങൾക്ക് വേണ്ട കേട്ടോ. അനീഷേട്ടന് നേരത്തെയൊക്കെ എരിവ് വേണമായിരുന്നു, ഇപ്പം അധികം വേണ്ട കേട്ടോ. അപ്പോൾ അരിയിലൊക്കെ കഴിഞ്ഞു. ആദ്യം തന്നെ സവാള അരിഞ്ഞു വഴട്ടാന്ന് വിചാരിച്ച് ആ സമയത്ത് വഴറ്റണ സമയത്ത് തക്കാളി അരിഞ്ഞാൽ മതിയല്ലോ. അപ്പോൾ അതേ സവാള വഴറ്റാനായിട്ടിട്ടു. അതിൻ്റെ ഇടയിൽ തക്കാളി അരിയുന്നുണ്ട് കേട്ടോ. ഈ വേഗം വലിയ പണിയില്ലാത്തൊരു കറിയാണ് കേട്ടോ ഇത്. എന്നാൽ നമുക്ക് ചപ്പാത്തിക്ക് നല്ലതാട്ടോ. ചാറായിട്ട് നിർബന്ധമില്ല കേട്ടോ. ഇങ്ങനെ വഴറ്റി എടുക്കുന്നതോടാട്ടോ ഞങ്ങൾക്ക് 2 പേർക്കും താല്പര്യം. വലിയ ചാറൊക്കെ ഇഡ്ഡലി, ദോശ, പുട്ടിനൊക്കെ നല്ല ചാറ് വേണം കേട്ടോ. പുട്ടാണെങ്കിൽ സാമ്പാറാണെങ്കിൽ പെട്ടെന്ന് സാമ്പാർ തീരും, അത്രയും ഇത് വേണം കേട്ടോ. പിന്നെ ഇതേ കറിയുടെ പരിപാടിയൊക്കെ കഴിഞ്ഞപ്പോൾ അരിയും കൂടെ അങ്ങോട്ട് ഇടുകയാണ് കേട്ടോ. അരി ഒരു ഗ്ലാസ് അരി ഇട്ടാൽ മിക്കപ്പോഴും പിറ്റേ ദിവസത്തേക്കും കൂടെ ഉണ്ടാവും കേട്ടോ. തീരാറില്ല. അപ്പം ഞാൻ ഒരു ഗ്ലാസ്സിൽ കുറച്ച് ഇട്ടാവിട്ട് വേവും ഇല്ല കേട്ടോ. അപ്പോൾ ഒരു ഗ്ലാസ് അരിയാണ് ഇടുന്നത്. ചില ദിവസം തീരും കേട്ടോ, ചില ദിവസം തീരില്ല. അപ്പോൾ അതേ അരി അടപ്പത്തിടലും കഴിഞ്ഞു. അരി അടപ്പത്തിട്ടപ്പോഴത്തേനും അനീഷേട്ടൻ കഴിക്കാൻ വന്നു കേട്ടോ. കഴിക്കാനായിട്ടിരിക്കുന്ന സമയത്ത് വർത്താനമൊക്കെ പറഞ്ഞിങ്ങനെ ഇരിക്കും കേട്ടോ. കുറച്ച് നേരം കഴിക്കാനിരിക്കുന്നതും ചായ കുടിക്കുന്നതൊക്കെ ഞങ്ങൾ വർത്താനം പറയുന്ന ഒരു ടൈമിങ് കേട്ടോ. അങ്ങനെ അനീഷേട്ടൻ കഴിച്ചിട്ട് പോയി. ഞാൻ അനീഷേട്ടൻ കഴിച്ച് പോയതിന് ശേഷമാണ് കേട്ടോ ലഞ്ചിൻ്റെ പരിപാടി നോക്കാറ്. അല്ലെങ്കിൽ ഞാൻ ക്ലീനിങ് ഒക്കെ ഉള്ള ദിവസമാണെങ്കിൽ കൂടുതൽ ക്ലീനിങ് ചെയ്യണമെന്ന് വിചാരിക്കുന്ന സമയത്ത് ലഞ്ചും കൂടെ നേരത്തെ തന്നെ പാകമാക്കും കേട്ടോ. അപ്പോൾ ഇത് കഴിക്കലൊക്കെ കഴിഞ്ഞ് വന്നപ്പോഴത്തേനും ചോറ് വെന്തായിരുന്നു. അപ്പോൾ ചോറ് ഊറ്റാനായിട്ട് ഒന്നോടെ തിളപ്പിക്കാനായിട്ട് ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഇനി ഊറ്റണം. 3 ക്ലിപ്പ് ഇട്ടിട്ടാട്ടോ ഊറ്റണേ. നേരത്തെ ഞാൻ ഈ തുണിയിലിടണ ക്ലിപ്പായിരുന്നു ഉപയോഗിച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ അത് ചിലപ്പോൾ പൊട്ടി പോയിട്ട് ചൂട് കൊണ്ട് കഴിയുമ്പോൾ. അപ്പോൾ അത് ഇങ്ങനത്തെ ക്ലിപ്പൊക്കെ ഉപയോഗിക്കുന്നത്. ഇനിയിപ്പോൾ ഉച്ചത്തേക്ക് ഇച്ചിരി സാമ്പാറാണ് കേട്ടോ വയ്ക്കണേ. ചില ദിവസം എനിക്ക് മൂഡ് ഓഫ് ആകുന്ന ദിവസം ഞാൻ ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ കണ്ടുകൊണ്ട് അടുക്കളയിലെ പണികളൊക്കെ ചെയ്യും കേട്ടോ. കുറച്ച് നേരമൊക്കെ കാണും, ഇല്ലെങ്കിൽ വീട്ടിലേക്ക് വിളിക്കും. അങ്ങനെ ഇതേ നമ്മുടെ സാമ്പാർ കഷ്ണമൊക്കെ റെഡി ആയിട്ടുണ്ട്. സാമ്പാർ കഷ്ണം വേവിക്കണം. ഒപ്പം തന്നെ ഞാൻ പരിപ്പും കൂടെ ഇട്ട് വേവിക്കും കേട്ടോ. കാരണം പരിപ്പിനേക്കാളും വേവ് കഷ്ണത്തിന് ഇവിടെ വേണം, എല്ലാവർക്കും കുഴഞ്ഞിരിക്കണമല്ലോ. അങ്ങനെ ഇതേ നമ്മുടെ സാമ്പാർ വേവിക്കാൻ വെച്ചിട്ടുണ്ട്. അപ്പോൾ സാമ്പാർ വേകുമ്പോഴത്തേനും ബീട്രൂട്ട് തോരൻ ഉണ്ടാക്കാമെന്നാട്ടോ വിചാരിച്ചിരിക്കണേ. ബീട്രൂട്ട് തോരനാകുമ്പോൾ മാവ് കഴിക്കണം കേട്ടോ. മാവിന് ഇഷ്ടമാണ്. സാമ്പാറിന് ഒരു 3 പീസിൽ സാമ്പാർ കഷ്ണത്തിന് ഞാൻ അടുപ്പിക്കും കേട്ടോ. സാമ്പാർ വറുത്തരച്ചാട്ടോ വയ്ക്കാറ്. വറുത്തരയ്ക്കുന്നതാണ് ഇവിടെ അച്ഛനും മോക്കും ഇഷ്ടം. അപ്പോൾ വറുത്തരയ്ക്കുന്നതൊക്കെ കല്യാണം കഴിഞ്ഞിട്ടായിട്ടോ ഞാൻ കാണുന്നത് തന്നെ. വീട്ടിലങ്ങനെയല്ല, വീട്ടിൽ സാധാരണ ഉണ്ടാക്കുന്നത്. വീട്ടിലെല്ലാവർക്കും അങ്ങനത്തെയാണ് ഇഷ്ടം. പക്ഷേ അനീഷേട്ടന് വറുത്തരയാട്ടോ ഇഷ്ടം. എനിക്കിപ്പോൾ ഇങ്ങനെ കഴിച്ചിപ്പം സാമ്പാർ വറുത്തരയ്ക്കണതാട്ടോ ഇഷ്ടം. അപ്പോൾ അങ്ങനെ എല്ലാവരുടെയും ഇഷ്ടം മാനിച്ച് നമ്മളിവിടെ സാമ്പാർ വറുത്തരച്ചാണ് വയ്ക്കുന്നത്. അപ്പോൾ ഇതേ തോരൻ ഏകദേശം ഇനി മൂടി വെച്ച് വേവിക്കാം. ബാക്കിയെല്ലാം റെഡി ആയിട്ടുണ്ട്. അപ്പം മൂടി വെച്ചിരിക്കുന്ന സമയത്ത് നമുക്ക് ബാക്കി പാത്രങ്ങളൊക്കെ ഉള്ളതൊന്ന് കഴുകി വെക്കണം. അതിന് ശേഷമാണ് കേട്ടോ വറുത്തരയ്ക്കാൻ പോകണേ. ഈ പാത്രം ഒരുപാട് ഇങ്ങനെ കൂടി കിടന്നു കഴിഞ്ഞാൽ ലാസ്റ്റ് വരുമ്പോൾ നമുക്ക് ഒരുപാട് പാത്രമാവും. അത് കാരണം ഞാൻ ഓരോ പണി ഒന്ന് ഒതുങ്ങുമ്പോൾ പാത്രം കഴുകി വെക്കും കേട്ടോ. അപ്പോൾ ഇത് വറുത്തരയ്ക്കാനായിട്ട് കുറച്ച് തേങ്ങയായിട്ട് എടുക്കുള്ളൂ, ഒരുപാടൊന്നും എടുക്കില്ല. ഒരു 2-3 സ്പൂൺ എടുത്ത് വറുത്തരയ്ക്കുക. ആ ഒരു ടേസ്റ്റ് കിട്ടാൻ വേണ്ടി മാത്രം.
അപ്പോൾ അതേ വറുത്തരയ്ക്കാനുള്ള തേങ്ങ റെഡി ആയിട്ടുണ്ട്. കഷ്ണം നല്ലോണം വെന്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ വേറൊരു പാത്രത്തിലേക്ക് മാറ്റി നമ്മളത് സെറ്റാക്കി. ഞാനെപ്പോഴും സാമ്പാറും അത്യാവശ്യം കടലക്കറി അങ്ങനെയൊക്കെ ഉള്ളത് ഇങ്ങനത്തെ ഈ പാത്രത്തിൽ തന്നെയാണ് കേട്ടോ വയ്ക്കുന്നത്. ഈ പാത്രത്തിൽ സെറ്റായിട്ട് കിട്ടിയതാണ്. അതെനിക്ക് ഭയങ്കര ഇഷ്ടം കേട്ടോ. അപ്പോൾ ഇത് സാമ്പാറിൻ്റെ പരിപാടി ഏകദേശം കഴിഞ്ഞു. പിന്നെ ഇതങ്ങ് വേവിക്കാൻ വെച്ചാൽ മതി. പിന്നെ നേരത്തെ പരിപാടികളൊക്കെ കഴിഞ്ഞിട്ട് ഇനി എല്ലാം കഴിഞ്ഞ് ലാസ്റ്റ് ഒരു പപ്പടം കൂടെ വറക്കും. സാമ്പാറിന് പപ്പടം ഉണ്ടെങ്കിൽ നല്ലതാണല്ലോ. പിന്നെ വേണമെങ്കിൽ മുട്ടയും വറക്കും കേട്ടോ. ഇവിടെ മുട്ട മസ്റ്റാണ്. അപ്പം മുട്ടയും കൂടെ ലാസ്റ്റ്, അതൊക്കെ ലാസ്റ്റ്. അപ്പോൾ പപ്പടം ഞാൻ ഇടയ്ക്ക് ഒന്ന് വറുത്ത് വെച്ചിട്ടാണ്. വലിയ കാര്യമായിട്ടുള്ള പണിയല്ലല്ലോ. അപ്പോൾ ഇതിൻ്റെ ഇടയ്ക്കയിൽ നമ്മുടെ ക്ലീനിങ്ങും കാര്യങ്ങളും ഒക്കെ ഇടയ്ക്കിടയ്ക്ക് കഴിഞ്ഞു പോകും. ഇതൊക്കെ എന്നും മാറ്റി വെച്ച് നമ്മൾ തുടച്ചില്ലെങ്കിൽ 2 ദിവസം കഴിയുമ്പോൾ അവിടെ ഒരു പാടാവും. പിന്നെ ഇവിടുത്തെ വെള്ളത്തിൻ്റെയാണെന്ന് തോന്നുന്നു കേട്ടോ. വെള്ളം കുറച്ച് ദിവസം ഇരുന്ന് കഴിഞ്ഞാൽ അവിടെ ഒരു പാട് വരും. ഈ പാത്രം ഞാൻ അങ്ങനെ ഇടയ്ക്കിടയ്ക്ക് എടുത്ത് കഴുകും കേട്ടോ. ഈ പാത്രത്തിനകത്ത് പെട്ടെന്ന് ഇതുണ്ടോ ആ പാട് പിടിക്കുന്നുണ്ടോ, അങ്ങനെ വരും കേട്ടോ. അപ്പോൾ അതും എടുത്ത് മൊത്തത്തിലൊന്ന് കഴുകാം. ഇന്ന് നേരത്തെ അടുക്കള പരിപാടി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഇങ്ങനെയുള്ള പരിപാടികളിലോട്ട് കയറാമല്ലോ. അടുക്കള പണി പെൻഡിങ് വെച്ചിട്ട് നമുക്ക് ഇങ്ങനെയൊക്കെ കയറി കഴിഞ്ഞാൽ പിന്നെ ലാസ്റ്റ് തല്ലി പഠിക്കണം. അപ്പോൾ ഞാൻ അടുക്കള പരിപാടിയൊക്കെ കഴിഞ്ഞിട്ടാട്ടോ ഇങ്ങനെ ക്ലീനിങ് പരിപാടിയിലൊക്കെ കിടക്കുകയുള്ളൂ. അപ്പോൾ ഇത് പാത്രത്തിൽ നിറച്ചഴുക്കുണ്ടായിരുന്നിട്ട് അഴുക്കല്ല, ആ ഒരു വെള്ള പോലെ പിടിച്ചിട്ട് അത് മഞ്ഞ കളറാവും. അങ്ങനെ ഇപ്പോൾ ഇടയ്ക്കിടയ്ക്ക് പാത്രം വയ്ക്കുന്ന സാധനങ്ങളൊക്കെ നമ്മളെടുത്ത് കഴുകുമല്ലോ. അങ്ങനെ അതിൻ്റെ അകത്തിരുന്ന ലിഡുകൾ ഞാനൊന്ന് മൊത്തത്തിൽ കഴുകിയെടുത്ത് കേട്ടോ. അപ്പോൾ അതേ ആ പരിപാടിയും കഴിഞ്ഞു. അപ്പോൾ ഇന്നത്തെ അടുക്കളയിലെ ക്ലീനിങ് പരിപാടിയും കുക്കിങ്ങും ഒക്കെ പെട്ടെന്ന് കഴിഞ്ഞു. ഇനിയിപ്പോൾ നമുക്ക് പ്രത്യേകിച്ച് പരിപാടികളൊന്നുമില്ല. അനീഷേട്ടൻ വന്നവരെയും വെയിറ്റിംഗ് ആണ്. ഒരുപാട് സമയമില്ല കേട്ടോ, കുറച്ച് സമയമുള്ളൂ. അപ്പോൾ ഞാൻ എപ്പോഴും വന്ന് നോക്കുന്നത് ഇത്രയേ ഉള്ളൂ കേട്ടോ ഇവിടെ കാണാനായിട്ട്. ഇതിൽ ഞാൻ എന്നെ മുളക് ഇട്ട് വെച്ചിട്ടുണ്ടായിരുന്നു, പക്ഷെ പിടിച്ചില്ല. നല്ല വെയിലാണ്, പിടിച്ചില്ല. അടുത്ത മാസം ആകുമ്പോഴത്തേനും തണുപ്പായി തുടങ്ങുമായിരിക്കും. അപ്പോൾ ഒന്നോടെ പാകി നോക്കണം. ഇനിയിപ്പോൾ അനീഷേട്ടൻ വരാറായി. എല്ലാം ഒന്ന് കൊണ്ടുപോയി വെക്കണം. അപ്പോൾ ചോറ്, പപ്പടം, ബീറ്റ്റൂട്ട്, സാമ്പാർ, മുട്ട, ഇതാണ് നമ്മുടെ ഇന്നത്തെ ഉച്ചയൂണ് കേട്ടോ. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വിശേഷങ്ങളും കുക്കിങ്ങും എല്ലാം ഇത്രയേ ഉള്ളൂ. അപ്പോൾ നമ്മുടെ വീഡിയോ വൈൻഡപ്പ് ചെയ്യാൻ സമയമായി. എല്ലാവരും സബ്സ്ക്രൈബ് ലൈക്കും ഒക്കെ ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ ബൈ.